ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ലൊരു ബീഫ് അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 3/4 കിലോ ഇറച്ചി എടുത്തിട്ടുണ്ട്. ഇതിൽ എല്ലോ നെയ്യോ കൊഴുപ്പോ ഒന്നുമില്ലാത്ത നല്ല കഷ്ണങ്ങളായിട്ടുള്ള ഇറച്ചി മാത്രം എടുത്തേക്കുന്നത്. ഇത് വേവിക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് അച്ചാറിൻ്റെ പരുവത്തിനുള്ള ചെറിയ ചെറിയ പീസുകളായിട്ട് വേണം നമുക്ക് മുറിച്ചെടുത്ത് വെക്കാനായിട്ട്. ഇത് വേവാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫ് വേവുമ്പോൾ ഓൾറെഡി വെള്ളം അതിൽ നിന്ന് ഇറങ്ങും, എന്നാലും കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്കിത് ഒരു 3-4 വിസിൽ വേവിച്ചെടുക്കാം. അതുവരെ ബാക്കി അച്ചാറിന് ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. ഇതിനായിട്ട് ഞാൻ വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നീളത്തിന് മുറിച്ചെടുക്കുക. ഒരു 2 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതെല്ലാം 2 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് വെക്കുക. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ മുറിക്കേണ്ട ആവശ്യമില്ല, വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 2 പീസായിട്ട് മുറിച്ചെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിക്ക് ഏതാണ്ട് ഒരേ അളവിൽ തന്നെ മുറിച്ചെടുക്കാൻ ശ്രമിക്കുക. ഞാനൊരു വലിയ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ആവശ്യമുണ്ട്. ബീഫ് ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്ത് കഴിയുമ്പോൾ എങ്ങനെയായാലും ബീഫിൽ കുറച്ച് വെള്ളം ബാക്കി വരും. അതൊക്കെ നല്ല രീതിയിലൊന്ന് സ്റ്റൗവിൽ വെച്ച് വറ്റിച്ചെടുക്കുക. ഇപ്പോൾ വെള്ളം മുഴുവനായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മുഴുവനായിട്ട് നമുക്കിനി ഫ്രൈ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് മുളക് പൊടി എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുഴുവനായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്ത് കോരാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. നല്ലെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണോ എടുക്കാം. ഞാൻ ബീഫ് ആയതുകൊണ്ട് തന്നെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. ഇനി കുറച്ചായിട്ട് ഞങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്ന ബീഫിട്ട് നല്ല രീതിയിൽ വറുത്ത് കോരുക. നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ഡ്രൈ ഫ്രൈ ആയി ക്രിസ്പി ആയിട്ട് തന്നെ വറുത്ത് കോരാൻ ശ്രമിക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് വറുക്കുക. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഇറച്ചി പുറമേ കരിഞ്ഞു പോവും. അതിൻ്റെ നടുഭാഗം സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് അച്ചാർ ചീത്തയാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് മുഴുവനായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വറുത്ത് കോരാൻ ശ്രദ്ധിക്കണം. ഞാനിവിടെ മുഴുവനും വറുത്ത് കോരിയിട്ടുണ്ട്. അതേ എണ്ണയിൽ തന്നെ ഞാൻ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയ ശേഷം കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളകും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെ നിറം മാറി നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ നമ്മളിത് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കണം. ഇത് മുഴുവനായിട്ട് നല്ല വറുത്തെടുത്തിട്ടുണ്ട്. ഇതിൽ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മസാലയെല്ലാം ഒരു പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കുക. അതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് വിനാഗിരി ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ബീഫ് നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് ക്രിസ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരി ചേർക്കുമ്പോൾ അച്ചാർ പെട്ടെന്ന് ചീത്തയായും പോകത്തില്ല. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇതെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല അടിപൊളി ബീഫ് അച്ചാർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇത് തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ജാറിലാക്കി സൂക്ഷിക്കാം. 1 മാസം വരെ ഫ്രിഡ്ജിന് പുറത്ത് ഇത് കേടാകാതെ ഇരിക്കും. ഫ്രിഡ്ജിൽ വെക്കുന്നവർ വിനാഗിരി ചേർക്കാതെ വെക്കുക. 6 മാസം വരെ യൂസ് ചെയ്യാം. എടുക്കുന്ന അനുസരിച്ച് വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്ത് തന്നെ അഭിപ്രായം അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.